ഹരേ കൃഷ്ണ. ചൈതന്യ ചേർന്ന ക്ലാസ്സിലോട്ട് വന്നു ചേർന്നതിന്റെ അമ്മമാർക്ക് വിനീതമായ നന്ദി. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ശ്രീ ചൈതന്യ ചരാമൃതം ആദിലീലയിലെ 5-ാം അധ്യായം ശ്രീ നിത്യാനന്ദ ബലരാമന്റെ മഹാത്മ്യം. അതിൽ നിന്ന് 67-ാമത്തെ ശ്ലോകം മുതലാണ്. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ശ്രീ ചൈതന്യ ചരാമൃതം ആദിലീല 5-ാമത്തെ അധ്യായം 67-ാമത്തെ ശ്ലോകം. അഗണ്യ അനന്ത യത അണ്ഡ സന്നിവേശ തദരൂപേ പുരുഷ കരേ സപാദേ പ്രകാശ. ശബ്ദാർത്ഥം: അഗണ്യ എണ്ണമറ്റ, അനന്ത അപരിമിതമായ, യഥ എല്ലാം, അണ്ഡ ലോകങ്ങൾ, സന്നിവേശ കൂട്ടങ്ങൾ, തദരൂപേ അനേകം രൂപങ്ങളിൽ, പുരുഷ ഭഗവാൻ, കരേ ചെയ്യുന്നു, സപാദേ അവയിൽ ഓരോന്നിലും, പ്രകാശ പ്രത്യക്ഷമാക്കൽ. വിവർത്തനം: പുരുഷൻ എണ്ണമറ്റ ബ്രഹ്മാണ്ടങ്ങളിൽ ഓരോന്നിലും പ്രവേശിക്കുന്നു. എത്ര പ്രപഞ്ചങ്ങളുണ്ടോ അവയിലെല്ലാം പ്രത്യേക രൂപങ്ങളിൽ അവിടുന്ന് സ്വയം പ്രത്യക്ഷനാകുന്നു. ശ്ലോകം 68. പുരുഷനാസാദേയബേ ബാഹിരായ ശ്വാസ നിശ്വാസ സഹിതേ അണ്ഡപ്രകാശ. ശബ്ദാർത്ഥം: പുരുഷനാസാദേ ഭഗവാന്റെ നാസാരന്ധ്രങ്ങളിൽ, ജപേ എപ്പോൾ, ബാഹിരായ പുറത്തേക്ക് വിടുക, ശ്വാസ ശ്വാസം, നിശ്വാസ സഹിതേ ആ നിശ്വാസത്തോടു കൂടി, അയ ഉണ്ട്, ബ്രഹ്മാണ്ട പ്രകാശ ലോകങ്ങളുടെ സൃഷ്ടി. വിവർത്തനം: ആ പുരുഷൻ ഉച്ഛ്വസിക്കുമ്പോൾ ബഹിർമയിക്കുന്ന ഓരോ ശ്വാസത്തോടൊപ്പം പ്രപഞ്ചങ്ങൾ ആവിഷ്കൃതമാകുന്നു. ശ്ലോകം 69. പുനരേ വിശ്വാസയബേ പ്രവേശ അന്തരേ ശ്വാസ സഹ ബ്രഹ്മാണ്ട പൈശേ പുരുഷ ശരീരേ. പുനരവിശ്വാസയബേ പ്രവേശേ അനന്തരേ ശ്വാസ സഹ ബ്രഹ്മാണ്ട പൈശേ പുരുഷ ശരീരേ. പുനരവിശ്വാസയബേ പ്രവേശേ അന്തരേ ശ്വാസ സഹ ബ്രഹ്മാണ്ട പൈശേ പുരുഷ ശരീരേ. ശബ്ദാർത്ഥം: പുനരവി അനന്തരം, ശ്വാസേ ശ്വസനം, യവേ എപ്പോൾ, പ്രവേശേ പ്രവേശിക്കുക, അന്തരേ ഉള്ളിൽ, ശ്വാസ സഹ ആ ശ്വസന വായുവിനോടൊപ്പം, ബ്രഹ്മാണ്ട ലോകങ്ങൾ, പൈശേ പ്രവേശിക്കുക, പുരുഷ ശരീരെ ഭഗവാന്റെ ശരീരത്തിനുള്ളിൽ. വിവർത്തനം ഭാവാർത്ഥം: കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് ശ്രീല പ്രഭുപാദ് ജയ്. വിവർത്തനം: അനന്തരം അവിടുന്ന് ശ്വാസം ഉൾവലിക്കുമ്പോൾ എല്ലാ ലോകങ്ങളും വീണ്ടും അവിടുത്തെ തിരുമേനിക്കുള്ളിൽ പ്രവേശിക്കുന്നു. ഭാവാർത്ഥം: ഭഗവാൻ കാരണോദകശായി വിഷ്ണുവിന്റെ രൂപത്തിൽ തന്റെ ദൃഷ്ടി കൊണ്ട് ഭൗതിക പ്രകൃതിയെ ഗർഭവതിയാക്കുന്നു. ആ കടാക്ഷത്തിലെ അതീന്ദ്രിയ തന്മാത്രകളായ ജീവാത്മാക്കൾ മുൻ വിശ്വാവിഷ്കാരത്തിലെ അവരവരുടെ കർമ്മബീജങ്ങൾക്കനുസരിച്ച് വ്യത്യസ്ത ജീവവർഗങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു. അനന്തരം ഭഗവാൻ സ്വയം അവിടുത്തെ ഭാഗിക പ്രാതിനിധ്യത്തിൽ അസംഖ്യം ബ്രഹ്മാണ്ടങ്ങളുടെ ഒരു ശരീരം സൃഷ്ടിക്കുകയും ആ ബ്രഹ്മാണ്ടങ്ങൾ ഓരോന്നിലും ഗർഭോദകശായ വിഷ്ണു ആയി പുനഃപ്രവേശിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് മായയുമായി സമ്പർക്കത്തിലാകുന്നതിനെ ഭഗവത്ഗീത ആകാശവും വായുവും തമ്മിലുള്ള താരതമ്യത്തിലൂടെ വിശദീകരിച്ചിട്ടുണ്ട്. ആകാശം ഭൗതികമായി എല്ലാറ്റിലും പ്രവേശിക്കുന്നു, എങ്കിലും അത് നമ്മിൽ നിന്ന് വളരെ അകലെയാണ്. ഓമജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരേ നമഃ. ശ്രീചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാന്തിശ്ച പദാന്തികം. വന്ദേഹം ശ്രീഗുരു ശിവപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഹന രഘുനാഥാം വിദന്തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യ ദേവം ശ്രീ രാധാകൃഷ്ണ പാദാൻ സഹന വിശാഖാൻവിതാംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സാരസ്വതി ദേവി ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ.
ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ചൈതന്യചരിതാമത്തിലെ ഈ 6-ാം അധ്യായം ശ്രീ നിത്യാനന്ദ ബലരാമന്റെ മാഹാത്മ്യം എന്ന അധ്യായമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതില് ഭൗതിക സൃഷ്ടി എങ്ങനെ നടക്കുന്നുള്ളതിനെ പറ്റി ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ച് ശ്ലോകങ്ങൾ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതില് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ വളരെ വ്യക്തമായിട്ടും, അതായത് ഈ ലോകങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നു ഉള്ള കാര്യത്തിനെ പറ്റി വളരെ വ്യക്തമായിട്ടും ഇതിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പം നമുക്ക് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, സൃഷ്ടി എങ്ങനെ വന്നു ഉള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് പലപ്പോഴും പല അഭിപ്രായങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കും. ഭൗതിക ലോകത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് സയന്റിസ്റ്റുമാരും അവരൊക്കെ പല പല കാരണങ്ങളാണ് അവർ പറയുന്നത്. സൃഷ്ടി എങ്ങനെ സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിന് ഉത്തരങ്ങൾ പല അഭിപ്രായങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷെ നമുക്ക് വളരെ വ്യക്തമായിട്ടും സൃഷ്ടി എവിടെ നിന്ന് വന്നു, ആരാണ് അതിന്റെ കാരണം എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടും ശാസ്ത്രങ്ങൾ വളരെ ക്ലിയർ ആയിട്ടുള്ള ഉത്തരം അതിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പം കാരണം നമുക്ക് അറിയാൻ സാധിക്കും, നമ്മുടെ ഇന്ദ്രിയങ്ങൾ അപൂർണമായതുകൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങൾ വെച്ചുകൊണ്ട് ഒരിക്കലും പൂർണ്ണമായ ഭഗവാനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പം നമുക്ക് എന്താ ചെയ്യാം? അപ്പൊ നമുക്ക് ആ ഭഗവാനെ മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഈ സൃഷ്ടിയെ പറ്റിയും ഒക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ പൂർണ്ണമായ ഭഗവാനെ ആശ്രയിച്ചാൽ മാത്രമാണ് പൂർണ്ണമായിട്ടും ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുക. ഭഗവാന്റെ സൃഷ്ടികളെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ അതിൽ നമുക്ക് കാണാൻ സാധിക്കും, ശ്രീമദ് ഭാഗവതത്തിലും ചൈതന്യ ചരിതാമത്തിലൊക്കെ വളരെ വ്യക്തമായിട്ടും എങ്ങനെ ക്രിയേഷൻ, സബ് ക്രിയേഷൻ ഒക്കെ നടന്നു, അല്ലെ സൃഷ്ടി, ഉപസൃഷ്ടിയൊക്കെ എങ്ങനെ നടന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പം ഇതിലും നമ്മൾ ഇന്ന് വായിക്കുന്ന ഈ ഒരു ഭാഗത്തിൽ വളരെ വ്യക്തമായിട്ടും വിഷ്ണുവിന്റെ 3 എക്സ്പാൻഷൻസ് ആയിട്ട് വരുന്ന മഹാവിഷ്ണു, അല്ലെങ്കിൽ കാരണോടസായ വിഷ്ണു, പിന്നെ ഗർഭോടസായ വിഷ്ണു, ക്ഷീരോദസായ വിഷ്ണു, അങ്ങനെ 3 വിഷ്ണു ആയിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഭൗതിക പ്രപഞ്ചം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതും അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും ഒക്കെ വ്യക്തമായിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും, അതായത് നമ്മൾ ആദ്യമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ആദ്യത്തെ ശ്ലോകം 67-ാമത്തെ ശ്ലോകത്തിൽ നോക്കാൻ പറ്റും. അതായത് പുരുഷൻ എണ്ണമറ്റ ബ്രഹ്മാണ്ടങ്ങൾ ഓരോന്നിലും പ്രവേശിക്കുന്നു എന്ന് പറയുന്നു, അല്ലെ? എത്ര പ്രപഞ്ചങ്ങളുണ്ടോ അവയിലെല്ലാം പ്രത്യേക രൂപങ്ങളിൽ അവിടുന്ന് സ്വയം പ്രത്യക്ഷമാകുന്നു. അപ്പൊ ബ്രഹ്മാണ്ടങ്ങൾ എന്ന് പറയുന്നത് കോടാനുകോടിയാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ പറയുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ചിലപ്പോൾ വിചാരിക്കും നമ്മൾ ഈ ഒരു യൂണിവേഴ്സ് മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുക. പക്ഷെ അങ്ങനെയല്ല, കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങൾ കാണാൻ സാധിക്കും. അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു വെച്ചാൽ, എങ്ങനെയാണോ ഒരു പാത്രത്തിനകത്ത് കടുകുമണികൾ ഉള്ളത്, അതുപോലെ തന്നെ എത്ര കടുകുമണി ഉണ്ട് നമുക്ക് എണ്ണാൻ ചിലപ്പോൾ സാധിക്കില്ല. അത്രയും കടുകുമണികൾ പോലെ എണ്ണമറ്റ അൺലിമിറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സസ്, അല്ലെ, നമുക്ക് കാണാൻ, ബ്രഹ്മാണ്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഓരോ ബ്രഹ്മാണ്ടത്തിനുള്ളിലും ഭഗവാൻ മഹാവിഷ്ണു രൂപം, അല്ലെങ്കിൽ കാരണോടസായ വിഷ്ണു എന്ന രൂപത്തിലാണ് ഭഗവാൻ അതിനകത്ത് ഇരിക്കുന്നത്, പ്രത്യക്ഷനാവാണ് ചെയ്യുന്നത്. പിന്നെന്താണ് പറയുന്നത്? അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഈ ഓരോ അതിന്റെ അകത്ത് ഭഗവാൻ എന്താ ചെയ്യുന്നത്? അപ്പം ശ്വാസം നിശ്വാസം എടുക്കുമ്പോഴാണ് നമുക്ക് എന്താ സംഭവിക്കുക? പ്രപഞ്ചങ്ങൾ വ്യക്തമാകുന്നതും അപ്രത്യക്ഷമാവുന്നതും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അതായത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഭഗവാൻ ഇവിടെ പറയുന്ന പോലെ തന്നെ ഭഗവാനപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ശ്വാസം പുറത്തോട്ട് വിടുമ്പോഴാണ് ഈ എല്ലാ പ്രപഞ്ചങ്ങളും വരുന്നത്. ശ്വാസം എടുക്കുന്ന സമയത്ത് എല്ലാ പ്രപഞ്ചങ്ങളും ഭഗവാന്റെ ശരീരത്തിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ചിലപ്പോൾ ചിന്തിക്കും, ശ്വാസം നിശ്വാസം എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് അല്ലേ, പിന്നെ അതെങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് തോന്നും. പക്ഷെ ഭഗവാന്റെ ആക്ടിവിറ്റീസ്, ഭഗവാന്റെ ഓരോ കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ അത് അതീന്ദ്രിയമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു അത് വെച്ച് നമുക്ക് ഒരിക്കലും ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കില്ല, കമ്പയർ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ ഇവിടെ ഭഗവാന്റെ നിശ്വാസം എന്ന് പറയുമ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ടും നമ്മൾ ഭഗവത്ഗീതയിലും നമ്മൾ വായിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പം ബ്രഹ്മാവിന്റെ ആയുസ് അനുസരിച്ച്, അല്ലെ, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രഹ്മാവിന്റെ 100 വയസ്സെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 311 ട്രില്യൺ 40 ബില്യൺ ഇയേഴ്സ് ആയിട്ടാണ് അത് പറയുന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ അത്രയും വർഷങ്ങളാണ് ഒരു ബ്രഹ്മാവിന്റെ ആയുസ് എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ 100 വർഷം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഗ്യാപ്പ് ആണ് നമുക്കൊരു ഭഗവാന്റെ ഒരു നിശ്വാസത്തിന്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത്, ആക്ച്വലി ആ ഒരു സമയം എന്ന് പറയുന്നത്.
നമുക്കത് ഭൗതികമായിട്ട് അതിൽ കാൽക്കുലേഷൻ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ഭഗവാൻ നിശ്വാസം എടുക്കുമ്പോഴാണ് ഈ ബ്രഹ്മാണ്ടങ്ങൾ ക്രിയേറ്റ് ആവുന്നത്, പിന്നെ തിരിച്ചു പോകുന്നത്. അപ്പൊ 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 പിന്നെ വരുന്നതാണ് ഈ ജീവാത്മാക്കളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ നമ്മളെ കർമ്മം അനുസരിച്ചാണ് ഓരോ ജീവാത്മാക്കളും പല പല ശരീരങ്ങൾ എടുത്തുകൊണ്ട് ഈ നമ്മൾ നോക്കണം ഈ ലോകങ്ങളിലൊക്കെ അവർ വീണ്ടും ജനിക്കുന്നത്, ശരീരം എടുക്കുന്നത് നമ്മൾ കർമ്മങ്ങൾ അനുസരിച്ചുകൊണ്ടാണ്. അപ്പം അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കാരണോ കാരണ സായി വിഷ്ണു. അപ്പൊ അദ്ദേഹമാണ് മെയിൻ കാരണം. ശരി, ഈ ഒരു ഇതിന്റെ കാരണത്തിന് സമുദ്രത്തിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം ഈ എല്ലാ ബ്രഹ്മാണ്ടങ്ങളുടെ അകത്തും അദ്ദേഹം വിസ്തരിക്കുകയാണ് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ. അപ്പൊ അങ്ങനെ എത്ര ബ്രഹ്മാണ്ടങ്ങളുണ്ടോ അത്രയും ബ്രഹ്മാണ്ടങ്ങളുടെ അകത്ത് ആണ് ഈ കാരണവസായ വിഷ്ണു കൊള്ളുന്നത്, അദ്ദേഹം ഇരിക്കുന്നതും. പിന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഒരു മിനിറ്റ്, പിന്നെ നമുക്ക് അതിൽ കാണാൻ സാധിക്കും. അപ്പൊ ഇതിൽ നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഒരു വ്യക്തിയുടെ കർമ്മം അനുസരിച്ച് ആ വ്യക്തിക്ക് ഇപ്പൊ ഈവൻ ഒരു ശ്വാസം എടുത്ത് നിശ്വാസം എടുത്തു കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുക, ഇതിൽ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഓരോ വ്യക്തികളും ഓരോ ജീവാത്മാക്കളും അവരുടെ കർമ്മം അനുസരിച്ച് ആ നിശ്വാസം എടുക്കുന്ന സമയത്ത് ഭഗവാൻ മഹത്വത്തിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം വീണ്ടും വീണ്ടും അവരടുത്തൊരു ക്രിയേഷൻ വരുന്ന സമയത്ത് വീണ്ടും എവിടെ നിന്ന് അവരുടെ ഇത് കഴിഞ്ഞോ, അവരുടെ കർമ്മം അനുസരിച്ച് എന്ത് ശരീരമാണോ അടുത്ത് കിട്ടുന്നത് അനുസരിച്ച് വീണ്ടും അവർ അവതരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എല്ലാത്തിനും ഒരു കോസും എഫക്റ്റും നമുക്ക് ഉണ്ട്. അപ്പൊ ഒന്നും ബൈ ചാൻസ് എല്ലാം നടക്കുന്ന കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് 84 ലക്ഷം യോനികൾ നമുക്ക് കാണാൻ സാധിക്കില്ല. ജലജാ നവ ലക്ഷാണി സ്ഥാവര ലക്ഷം വിംശതി ഇല്ല, ആ ശ്ലോകത്തിൽ പറയുന്ന പോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും 9 ലക്ഷം നമുക്ക് ജലജാലങ്ങളായിട്ടുള്ള വർഗങ്ങളുണ്ട്. അതുപോലെ തന്നെ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 84 ലക്ഷം യോനികളിലും അപ്പോൾ വ്യക്തികളുടെ കർമ്മം അനുസരിച്ച് അവർക്ക് ഇത് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്, അപ്പൊ ഇതിലൂടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പൊ എല്ലാത്തിനും ഒരു കാരണം വളരെ വ്യക്തമായിട്ടുണ്ട്. ഈ ഭൗതിക പ്രപഞ്ചം ഉണ്ടാകുന്നതിന് പിന്നിലും കാരണമുണ്ട്. അല്ലാതെ നമ്മൾ ഒരിക്കലും പറയുന്ന പോലെ ഇന്നത്തെ സയന്റിസ്റ്റുമാർ പറയും അത് എന്താണ് ബിഗ് ബാങ് തിയറി എന്നൊക്കെ അവർ പറയും. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച കാര്യങ്ങളാണ്. അപ്പൊ എന്താണ് ബിഗ് ബാങ് തിയറി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ യൂണിവേഴ്സ് ക്രിയേറ്റ് ആവുന്ന റീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ബിഗ് ബാങ് അല്ലെ, ഒരു സ്ഫോടനത്തിലൂടെയാണ് ഈ യൂണിവേഴ്സ് ക്രിയേറ്റ് ആയെന്നാണ് അവർ പറയുന്നത്. അപ്പൊ അങ്ങനെ ഇപ്പൊ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും, ഒരു സ്ഫോടനത്തിലൂടെ ഒരിക്കലും എന്തെങ്കിലും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രിയേഷൻ ഒരിക്കലും സംഭവിക്കില്ല അല്ലെ. നമ്മൾ എവിടെയെങ്കിലൊക്കെ ഒരു സ്ഫോടനം നടന്നു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക, അവിടെ ഉള്ളതും നശിച്ചു പോവാണ് ചെയ്യുക. അല്ലാതെ ഒരിക്കലും വീണ്ടും എന്തെങ്കിലും പുതിയതായിട്ട് ഒരു ക്രിയേഷൻ നടക്കില്ല. അവര് പറയുന്നത് ഇങ്ങനെ പെട്ടെന്നൊരു പൊല്യൂഷൻ ഉണ്ടായി, അങ്ങനെ സ്ഫോടനം ഉണ്ടായി, അതിൽ നിന്നാണ് ഈ ഒരു പ്രപഞ്ചം സൃഷ്ടിച്ചത് എന്നാണ് സയന്റിസ്റ്റ് ആൾക്കാരൊക്കെ പറയുന്നത്. അപ്പം അത് ഒരിക്കലും ലോജിക്കൽ അല്ല, നമുക്ക് കാണാൻ സാധിക്കില്ലല്ലോ. ഇപ്പൊ നമുക്കൊരു വീട് കെട്ടണം എന്നുണ്ടെങ്കിലും അതിന്റെ പിന്നാലെ എന്ത് ചെയ്യണം, അത് കെട്ടണം എന്നുണ്ടെങ്കിൽ അതിനൊരു ആർക്കിടെക്റ്റും ചെയ്യുന്നൊരു പിന്നെ അതിനൊരു എഞ്ചിനീയറും പിന്നെ അതുപോലെ തന്നെ വർക്കേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്കൊരു വീട് കെട്ടാൻ സാധിക്കുള്ളൂ. അപ്പൊ അതിന് പിന്നിൽ ഒരു വ്യക്തി എന്തായാലും ഉണ്ടാവണം. ഒരിക്കലും മാറ്റർ അല്ലെങ്കിൽ നമ്മൾ നോക്കുന്നത് ജസ്റ്റ് ജഡവസ്തു ഒരിക്കലും തനിയെ ആക്ട് ചെയ്യില്ല. അതിന് പിന്നാലെ ഒരു ജീവശക്തി ഉണ്ടെങ്കിൽ മാത്രമാണ് അത് പ്രവർത്തിക്കാൻ സാധിക്കുക. ഏതൊരു കാര്യം എടുത്താലും അല്ലെ. നമുക്കിപ്പോ ഇവിടെ ഒരു കാർ, ഇപ്പോൾ നമ്മൾ പറയുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കുട്ടി, ശീലപ്രഭ എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഒരു ചെറിയൊരു കുട്ടി വിചാരിക്കും ഒരു കാറ് തനിയെ നീങ്ങുകയാണെന്ന് അല്ലെ. റോഡിൽ പോകുന്ന സമയത്ത് സ്പീഡായി പോകുന്നു, പെട്ടെന്ന് നിൽക്കുന്നു, കറക്റ്റ് സമയത്ത് നിൽക്കുന്നു, സ്പീഡായി പോകുന്നു. അപ്പൊ അത് കാണുമ്പോൾ ഒരു കുട്ടി ചിലപ്പോ ആശ്ചര്യചകിതനാവും, അത് എങ്ങനെയാണ് ഇത് തനിയെ പോകുന്നത്. പക്ഷെ അച്ഛൻ പറഞ്ഞു കൊടുക്കും, അല്ലോ മകനെ, നീ എന്റെ അകത്ത് നോക്ക്, ഇതിന്റെ അകത്ത് ഒരു വ്യക്തിയുണ്ട്, ആളാണ് ഈ കാറിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ എന്തൊരു ക്രിയേഷൻ, നമ്മൾ ഭൗതികമായിട്ടുള്ള എന്തൊരു വസ്തു പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു ആത്മാവിന്റെ ഒരു കൈ അവിടെ ഉണ്ടാവണം, എന്നാലേ അത് നടക്കുള്ളൂ. അതുപോലെ തന്നെ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെറിയ ചെറിയ ഈ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഇത്ര മനോഹരമായിട്ടുള്ള പാർക്കുകൾ ഇതൊക്കെ കെട്ടണമെന്നുണ്ടെങ്കിലും ഒരു വ്യക്തി അതിന് പിന്നിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇത്രയും മനോഹരമായിട്ടുള്ള ഈ പ്രപഞ്ചം കറക്റ്റ് സമയത്ത് സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, പല പല സീസൺസ് വരുന്നു, എത്രയോ യൂണിവേഴ്സുകൾ, ഇത്ര ബ്രഹ്മാണ്ടങ്ങളാണ് ആക്ച്വലി നമ്മൾ വരം വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കാതെ കറക്റ്റ് അതിന്റെ ആ പാത്ത് ട്രാജക്ടറി അതൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിന് പിന്നിൽ ഒരു ശക്തി, ഒരു കൺട്രോളർ ഉണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ആ ശക്തി എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണനാണ് എന്നുള്ള കാര്യമാണ് ശാസ്ത്രങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ആ അപ്പൊ ആ കൃഷ്ണൻ തന്നെ, ഭഗവാൻ കൃഷ്ണൻ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരിക്കലും ഈ ഒരു കാര്യങ്ങൾ ഇതിൽ നേരിട്ട് ഇടപെടാൻ
ഇടുന്നില്ല. അദ്ദേഹം പരമദൈവത്വ പുരുഷനാണ്. അപ്പൊ അദ്ദേഹം എന്താണ്? അദ്ദേഹം ഗോപന്മാരുടെയും ഗോപികന്മാരുടെ കൂടെയും അദ്ദേഹം ലീലകളാടി ഗോലോക വൃന്ദാവനത്തിൽ അദ്ദേഹം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇപ്പൊ രാവിലെ ഇപ്പം വൈകിട്ട് 6-6:15 ഇപ്പൊ ഇനിയിപ്പോ സൂര്യൻ അസ്തമിക്കണം എന്നുള്ള അതിന് ആ ചിന്തയോ അത് ചെയ്യണം എന്നുള്ള അതിനു വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള ഭഗവാന്റെ വിസ്തരണങ്ങളും ബാക്കിയുള്ളവരൊക്കെ അതിനാണുള്ളത്. അപ്പൊ ഈ രീതിയിലാണ് ഈ ക്രിയേഷൻ നടക്കുന്നത്. അപ്പൊ നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ എത്രത്തോളം വ്യക്തതയോടെയാണ് ശാസ്ത്രങ്ങൾ നമുക്ക് ഈ ഒരു നമ്മൾ എങ്ങനെയാണ് ഈ കോസ്മിക് മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ക്രിയേഷൻ ഒക്കെ നടക്കുന്നതെന്നും ഒക്കെ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ശീല പ്രഭുപാദിന്റെ ഭാവാർത്ഥത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു നമുക്ക് ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ ശരിക്കും പ്രഭുപാദ് പറയുന്ന പോലെ തന്നെ നമ്മൾ ശരിക്കും ഈ ആത്മീയ തത്വങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ മതി, വേറൊന്നും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. കാരണം പ്രഭുപാദിന്റെ ബുക്കിൽ എല്ലാം ഉണ്ട്. ഒരു വ്യക്തിക്ക് എന്ത് അറിയണമോ ആ കാര്യങ്ങളൊക്കെ അതിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പ്രഭുപാദ് പലപ്പോഴും പറയാറുണ്ട്. അപ്പൊ അത് വളരെ ശരിയാണ് ആക്ച്വലി. അപ്പൊ എന്താണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള നെസസിറ്റീസ് ചെയ്യാനുള്ള കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ശീല പ്രഭുപാദ് അതിന്റെ ഗ്രന്ഥങ്ങൾ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിന്റെ ലക്ഷ്യം മറക്കാതെ നമ്മൾ ജീവിക്കാനുള്ള കാര്യമാണ് പ്രഭുപാദ് പറയുന്നത്. അപ്പൊ നമ്മൾ എല്ലാം മനസ്സിലാക്കി യൂണിവേഴ്സ് എന്താണ് മനസ്സിലാക്കി ഇതെങ്ങനെ ഒരു പ്രവർത്തിക്കുന്നു, ഇതിന് പിന്നിൽ ആരാണെന്നൊക്കെ സയന്റിസ്റ്റുമാർ അതിന്റെ പിന്നാലെ ഓടി നടന്നാലും അൾട്ടിമേറ്റ്ലി അത് പൂർണ്ണമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം അവരുടെ ബുദ്ധിശക്തി കൊണ്ടും അല്ലെങ്കിൽ അവരുടെ ആയുസ് കൊണ്ടൊന്നും അവർക്ക് ഒരിക്കലും അതിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അവർക്ക് ആകെ കിട്ടുന്ന ഈ ഒരു സമയത്തിനകത്ത് അവര് അത് എങ്ങനെ ഉണ്ടായി എന്ന് പകരം എന്തുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുകൾ വരുന്നതെന്നും എന്തുകൊണ്ടാണ് നമുക്ക് ദുഃഖങ്ങൾ വരുന്നു, അല്ലെങ്കിൽ അവർ പല രീതിയിലും പല പല കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചാലും ഒരിക്കലും ജനന മരണ ചക്രത്തിന് നിർത്താൻ സാധിക്കുന്നില്ല. അൾട്ടിമേറ്റ് പ്രോബ്ലം ശരിയായ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതാണ്, അല്ലാതെ വേറെ പ്രശ്നങ്ങളല്ല. അപ്പൊ അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാന്നുള്ള ആ ഒരു അതിനുള്ള ഉത്തരം കണ്ടുപിടിക്കാതെ നമ്മൾ ജസ്റ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അല്ലെ വേറൊരു പ്ലാനറ്റിൽ പോയി അല്ലെ വേറെ ഗ്രഹത്തിൽ പോയി നമ്മൾ ജീവിക്കാം, എന്തൊക്കെ നമ്മൾ വിചാരിച്ചാലും നമുക്ക് ഭഗവാനെ ആശ്രയിക്കാതെ ഒരിക്കലും ഒരു വ്യക്തിക്ക് ജനന ചക്രത്തിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കില്ല. അപ്പൊ അത് അവർ മനസ്സിലാക്കുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് ശീല പ്രഭുപാദ് പറയുന്നത് നിങ്ങൾ പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചാലും നിങ്ങൾ ശാസ്ത്രങ്ങളെ ബേസ് ചെയ്ത് ശാസ്ത്രങ്ങളെ സഹായം എടുക്കൂ. ശാസ്ത്രങ്ങൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. അല്ല ശാസ്ത്രങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ എത്രത്തോളം കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്താലും ഇതൊക്കെ അൾട്ടിമേറ്റ്ലി എന്താണ് ശ്രമയേവേഹി കേവലം, അതിനൊന്നും കാര്യമില്ല. കാരണം എന്താണ്, ഇതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചാലും ഇത് എൻജോയ് ചെയ്യാനും നമ്മളില്ല, അല്ലെങ്കിൽ അതിലൂടെ കിട്ടുന്ന ബെനിഫിറ്റുകളും താൽക്കാലികമായിരിക്കും. പ്രഭുപാദ് ഇവിടെ പറയാറുണ്ട്. പിന്നെ ഇതിൽ പറയുന്ന പോലെ തന്നെ ഇതിൽ ഒരു ലാസ്റ്റ് ഒരു ലൈൻ പറയുന്നുണ്ട്. അവിടുന്ന് മായയുമായി സമ്പർക്കത്തിലാകുന്നതിനെ ഭഗവത്ഗീത ആകാശവും വായുവും തമ്മിലുള്ള താരതമ്യത്തിലൂടെ വിശദീകരിച്ചിട്ടുണ്ട്. ആകാശം ഭൗതികമായി എല്ലാറ്റിലും പ്രവേശിക്കുന്നു, എങ്കിലും അത് നമ്മിൽ നിന്ന് വളരെ അകലെയാണ്. അപ്പം ഇതില് ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം ആണ് ഇതിൽ പറഞ്ഞത്. അപ്പം ആ ഒരു ശ്ലോകം എന്ന് പറഞ്ഞാൽ ഒരു 11-ാം അധ്യായത്തിൽ 33-ാമത്തെ ശ്ലോകമാണ് ഇത് റെഫർ ചെയ്തിരിക്കുന്നത്. യഥാ സർവഗതം സൗക്ഷ്മ്യാത് ആകാശം നോപലിപ്യതേ സർവത്രാവസ്ഥിതോ ദേഹേ തഥാത്മ നോപലിപ്യതേ. അതായത് ഇതിന്റെ വിവർത്തനം, ആകാശം സർവ്വവ്യാപിയാണെങ്കിലും അതിന്റെ സൂക്ഷ്മഭാവം മൂലം മറ്റൊന്നിനോടും കൂടി കലരുന്നില്ല. അതുപോലെ ബ്രഹ്മഭാവനയിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവും ശരീരത്തിൽ ഇരുന്നാലും അതിനോട് ചേരുന്നില്ല. ഭാരതത്തിൽ ശ്രീലപ്രഭുപാദ് പറയുന്നു, വായുവിന് വെള്ളത്തിലും ചെളിയിലും മലത്തിലും എല്ലാം കടന്നുകൂടാം, എങ്കിലും അത് ഒന്നിനോടും കൂടിക്കലരുന്നില്ല. അങ്ങനെ തന്നെ ജീവാത്മാവും വിവിധ ശരീരങ്ങളിൽ ഇരുന്നാലും സൂക്ഷ്മഭാവം മൂലം അവയിൽ നിന്ന് അകന്നു നിൽക്കുന്നു. ഒരു ജീവന് ശരീരത്തോട് എത്രമാത്രം ബന്ധമുണ്ടോ ദേഹനാശത്തിന് ശേഷം എങ്ങനെ പോകുന്നു പോകുന്നുവെന്നോ ഭൗതിക ദൃഷ്ടികൾ കൊണ്ട് കണ്ടെത്താൻ കഴിയില്ല. ശാസ്ത്രീയമായി സമർത്ഥിക്കാനും ആർക്കും സാധ്യമല്ല. അപ്പൊ ഇതിൽ പറയുന്ന വളരെ വ്യക്തമായിട്ടും പ്രഭുപാദ് നമുക്ക് എക്സാമ്പിളോടെ പറഞ്ഞു തരാണ് അല്ലെ. അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആകാശവും വായുവും തമ്മിലല്ലേ, ആകാശം എന്ന് പറയുന്നത് ഭൗതികമായിട്ട് എല്ലാത്തിലും പ്രവേശിക്കുന്നു, എങ്കിലും അത് എല്ലാത്തിലും സമ്പർക്കത്തിൽ വരികയാണെങ്കിൽ പക്ഷെ അത് എപ്പോഴും സെപ്പറേറ്റ് ആണ് അല്ലെ. നമ്മൾ പറയുമ്പോൾ നമ്മൾ വായുവിലാണെന്നുണ്ടെങ്കിൽ ആകാശം എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ജീവാത്മാവ് അല്ലെ, ജീവാത്മാവ് എന്ന് പറയുന്നതും നമ്മൾ ശരീരമായിട്ട് സമ്പർക്കത്തിലാണെങ്കിൽ കൂടി ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ജീവാത്മാവും സെപ്പറേറ്റ് ആണ്. അതായത് നമ്മൾ ശരീരമായിട്ടുള്ള സമ്പർക്കത്തിലാണെങ്കിൽ കൂടി ജീവാത്മാവ് ശരിക്കും സെപ്പറേറ്റ് ഒരു എക്സിസ്റ്റൻസ് ആണ്. കാരണം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം അത് എന്തിനൊക്കെ കണക്റ്റഡ് ആയാലും ഒരിക്കലും അതിന്റെ റിയൽ സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് ജീവാത്മാവിന്റെ ജീവയുടെ സ്വരൂപ കൃഷ്ണയുടെ വ്യത്യാസം. ഭഗവാനെ സേവനം ചെയ്യാനുള്ളതാണ് ഒരു ജീവാത്മാവിന്റെ യഥാർത്ഥമായിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത്. അപ്പം ഈവൻ നമ്മൾ പല പല ശരീരങ്ങൾ എടുത്താലും അല്ലെങ്കിൽ നമ്മൾ പല പല ബന്ധനങ്ങൾ ഉണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി ആ ശരീരത്തിന് വിട്ട് ജീവാത്മാവിന് പോകണം. കാരണം ജീവാത്മാവിന്റെ വാസസ്ഥലം എന്ന് പറയുന്ന ശരീരമല്ല ശരി. അപ്പോൾ ഭഗവാന്റെ ധാമത്തിലാണ് ശരിക്കും ജീവാത്മാവിന്റെ യഥാർത്ഥ സ്ഥലം. അടുത്തൊരു 1-2 ശ്ലോകം കൂടി നോക്കാം. അടുത്ത ശ്ലോകം 70.
ഗവാക്ഷേരരന്ധ്രേയേന പ്രസരേണു ചലേ പുരുഷേരലോമ കൂപേ ബ്രഹ്മാണ്ടേരജാലേ. ഗവാക്ഷേര ഒരു മുറിയുടെ ജനാലകളിലൂടെ, രന്ധ്രേ ദ്വാരങ്ങളിൽ, ഏന പോലെ, ത്രസരേണു 6 കണങ്ങൾ ഒരുമിച്ചു, ചലേ ചലിക്കുന്നു, പുരുഷേര ഭഗവാന്റെ, ലോമകൂപേ രോമകൂപങ്ങളിൽ, ബ്രഹ്മാണ്ടേര ലോകങ്ങളുടെ, ജാലെ വലക്കണ്ണികൾ പോലെ, പരസ്പര ബന്ധിതമായ ശൃംഖല. വിവർത്തനം: പൊടിപടങ്ങളിലൂടെ പരമാണുക്കൾ കണങ്ങൾ ഒരു ജാലക പഴുതിലൂടെ കടന്നു പോകുന്നത് പോലെ അനന്ത ബ്രഹ്മാണ്ട ജാലങ്ങൾ ആ പുരുഷന്റെ ത്വക്കിലെ സുഷിരങ്ങളിലൂടെ കടന്നു പോകുന്നു. ശ്ലോകം 71. യസ്യൈകനിശ്വസിതകാലം അധാവലംബ്യ ജീവന്തി ലോകമവിലജാ ജഗദന്തനാഥ വിഷ്ണുർ മഹാൻ സ ഇഹ യസ്യ കലാവിശേഷോ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. യസ്യൈകനിശ്വസിതകാലമധാവലംബ്യ ജീവന്തി ലോകമവിലജാ ജഗദന്തനാഥ വിഷ്ണുർ മഹാൻ സ ഇഹ യസ്യ കലാവിശേഷോ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. യസ്യൈകനിശ്വസിതകാലമധാവലംബ്യ ജീവന്തി ലോകമവിലജാ ജഗദന്തനാഥ വിഷ്ണുർമഹാൻ സ ഇഹ യസ്യ കലാവിശേഷോ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ശബ്ദാർത്ഥം: യസ്യ ആരുടെ, ഏക ഒന്ന്, നിശ്വസിത ശ്വസനത്തിന്റെ കാലം സമയം, അപ്രകാരം, അവലംബ്യ ആലംബം സ്വീകരിക്കുക, ജീവന്തി ജീവിക്കുന്നു, ലോമ വിലജ രോമകൂപങ്ങളിൽ നിന്ന് വളരുന്ന, ജഗത് അണ്ടനാഥ ലോകങ്ങളുടെ യജമാനന്മാർ ബ്രഹ്മാവുകൾ, വിഷ്ണു മഹാൻ പരമോന്നതനായ ഭഗവാൻ മഹാവിഷ്ണു, സഹ അത്, ഇഹ ഇവിടെ, യസ്യ ആരുടെ, കലാവിശേഷ പ്രത്യേക പൂർണ്ണാംശം അല്ലെങ്കിൽ വിസ്തരണം, ഗോവിന്ദൻ, ആദിപുരുഷം മൂലവ്യക്തി, തം അദ്ദേഹത്തെ, അഹം ഞാൻ, ഭജാമി ആരാധിക്കുന്നു. വിവർത്തനം ഭാവാർത്ഥം: കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാ ശ്രീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം: ബ്രഹ്മാക്കളും ഭൗതിക പ്രപഞ്ചങ്ങളുടെ ഇതര അതിദേവന്മാരും മഹാവിഷ്ണുവിന്റെ രോമകൂപങ്ങളിൽ നിന്ന് ആവിർഭവിക്കുകയും അവിടുത്തെ ഒരു ഉച്ഛ്വാസത്തിന്റെ സമയത്തോളം ജീവിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള മഹാവിഷ്ണു ആരുടെ വിസ്തരണമാണോ ആദിപുരുഷ ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നു. ഭാവാർത്ഥം: ഭഗവാന്റെ സർഗശക്തിയെക്കുറിച്ചുള്ള ഈ വിവരണം ബ്രഹ്മാവ് തന്റെ പ്രത്യക്ഷ സാക്ഷാത്കാരത്തിനു ശേഷം രചിച്ച ബ്രഹ്മസംഹിതയിൽ 5:48 നിന്നുള്ളതാണ്. ഒരു ചെറു സുഷിരത്തിലൂടെ സൂര്യപ്രകാശം പ്രസരിക്കുമ്പോൾ പരമാണുവിന്റെ 3 ഇരട്ടി വലിപ്പമുള്ള കണങ്ങൾ പോലെ മഹാവിഷ്ണു ഉച്ഛ്വസിക്കുമ്പോൾ അവിടുന്ന് നിന്ന് പ്രപഞ്ചങ്ങളുടെ ആത്മീയ ബീജങ്ങളും പുറത്തു വരുന്നതായി കാണപ്പെടുന്നു. ആണവ ഗവേഷണം പുരോഗതിയിൽ ആർജിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഭഗവത് ശരീരത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ആത്മീയ കണങ്ങളിൽ നിന്ന് ഈ പൂർണ്ണ ദൃശ്യപ്രപഞ്ചം വികസിക്കുന്നത് എങ്ങനെയാണെന്ന് ഈ ശ്ലോകത്തെ ആസ്പദമാക്കി പഠനം നടത്തുക എന്നത് ആണവ ശാസ്ത്രജ്ഞന്മാർക്ക് അത്യന്തം പ്രയോജനകരമായ ഒരു ഉദ്യമമായിരിക്കും. അപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഈ ഒരു കഴിഞ്ഞ 2 ശ്ലോകങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ അതിൽ വളരെ വ്യക്തമായിട്ടും മഹാവിഷ്ണുവിന്റെ ശരീരത്തിൽ നിന്ന് എങ്ങനെയാണ് ഈ അനേകം ബ്രഹ്മാണ്ടങ്ങൾ ഉദ്ഭവിക്കുന്നത് കാര്യമാണ് പറയുന്നത്. അപ്പൊ അതിലൊരു എക്സാമ്പിളായിട്ട് ശീല പ്രഭുപാദ് നമുക്കറിയാം, പലപ്പോഴും പല കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആചാര്യന്മാർ നമുക്കൊരു അനോളജി അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ എന്ന രീതിയിൽ നമുക്ക് പലതും പറഞ്ഞു തരാറുണ്ട് അല്ലെ. ഇതിൽ പറയുന്നത് എന്താണ്, എങ്ങനെയാണോ പൊടിപടങ്ങളിലൂടെ പരമാണുകൾ കണങ്ങൾ ഒരു ജാലക പഴുതിലൂടെ കടന്നു പോകുന്നത് പോലെ അല്ലെ. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും, ഒരു സൂര്യ വെളിച്ചം അടിക്കുന്ന സമയത്ത് നമ്മൾ ജനലിനടുത്ത് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെളിച്ചത്തിന്റെ അകത്തുകൂടി ആ റേസ് വരുന്ന വഴി കൂടി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരുപാട് പൊടിപടലങ്ങൾ ഉണ്ടല്ലോ അല്ലെ. നമ്മൾ അതിന് അകത്ത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ അനന്ത ബ്രഹ്മാണ്ട ജാലങ്ങൾ ആ പുരുഷന്റെ ത്വക്കിലെ സുഷിരങ്ങളിലൂടെ കടന്നു പോകും അല്ലെ. അപ്പൊ നമുക്കറിയാം അദ്ദേഹത്തിന്റെ സുഷിരങ്ങളിലൂടെയാണ് ഇത്രയും വലിയ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സങ്കല്പത്തിന് മുകളിലുള്ളതാണ് ഈ ഓരോ ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആണ് ഇദ്ദേഹത്തിന്റെ ഓരോ രോമകൂപങ്ങളിൽ നിന്നാണ് ഈ ബ്രഹ്മാണ്ടങ്ങൾ പുറത്തോട്ട് പോകുന്നതെന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്താണ് നമുക്കറിയാം, ബ്രഹ്മസംഹിതയിൽ ബ്രഹ്മദേവൻ പ്രാർത്ഥിക്കുന്ന ഈ ഒരു ശ്ലോകമാണ് അല്ലെ. നമുക്ക് എല്ലാവരും ബ്രഹ്മസംഹിതയിലെ 5-ാം അധ്യായത്തിലെ 48-ാമത്തെ ശ്ലോകത്തിൽ ഇത് പറയുന്നത് അല്ലെ. എങ്ങനെയാണ് ഇതിലെന്താ പറയുന്നത്, ബ്രഹ്മാക്കളും ഭൗതിക പ്രപഞ്ചങ്ങളുടെ ഇതര അതിദേവന്മാരും മഹാവിഷ്ണുവിന്റെ രോമകൂപങ്ങളിൽ നിന്ന്
ആവിർഭവിക്കുകയും അവിടുത്തെ ഒരു ഉച്ഛ്വാസത്തിന്റെ സമയത്തോളം ജീവിക്കുകയും ചെയ്യുന്നു. അപ്പൊ വളരെ വ്യക്തമായിട്ടും എത്ര നമ്മുടെ ലൈഫ് സ്പാൻ എത്രയാണെന്ന കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്. ബ്രഹ്മാവിന്റെ ഭൗതിക പ്രപഞ്ചത്തിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്ന കാര്യം എന്താണ് പറയുന്നത്? ഇപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞ മഹാവിഷ്ണു അല്ലെങ്കിൽ കാരണവസായ വിഷ്ണുവിന്റെ രോമകൂപങ്ങളിൽ നിന്നാണ് ആവിർഭവിക്കുകയും ചെയ്യുന്നത്. അപ്പൊ അവിടെ അദ്ദേഹത്തിന്റെ ഒരു ഉച്ഛ്വാസത്തിന്റെ സമയത്തോളമാണ് ജീവിക്കുന്നത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള മഹാവിഷ്ണു എന്ന് പറയുന്ന ആരെ വിസ്തരണമോ അതാണ് ആദിപുരുഷനായ ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നത്. അപ്പൊ എല്ലാത്തിനും കാരണം എന്ന് പറയുന്ന ആരാണ്? ഭഗവാനാണ് അല്ലെ? അതുകൊണ്ടാണ് ബ്രഹ്മദേവൻ ആദ്യം തന്നെ പ്രാർത്ഥന പറയുന്നത് ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിർ ആദിർ ഗോവിന്ദ സർവ്വ കാരണ കാരണം അല്ലെ? അപ്പം ഈശ്വരന്മാരിൽ പരമമായ ആരാണ്? ഭഗവാൻ കൃഷ്ണനാണ് അല്ലെ? സച്ചിദാനന്ദ വിഗ്രഹം, അദ്ദേഹം എന്താണ്? ഒരു വ്യക്തിയാണ് അല്ലെ? സച്ചിദാനന്ദ വിഗ്രഹം, സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണെന്നുള്ള കാര്യം ബ്രഹ്മദേവൻ പറയുന്നുണ്ട് അല്ലെ? കാരണം വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം, പല ആൾക്കാരും ഭഗവാൻ എന്ന് പറയുമ്പോൾ ഒരു അവ്യക്തിഗത രൂപം എന്ന രീതിയിൽ അദ്ദേഹത്തെ ബ്രഹ്മതേജസ്സിനെ ആരാധിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ വളരെ വ്യക്തമായിട്ടും ബ്രഹ്മദേവൻ തന്നെ പറയുന്നു, ബ്രഹ്മദേവൻ ഉണ്ടാക്കിയ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു രൂപം ഉണ്ടാവണം അല്ലെ? ഒരു അച്ഛന്റെ രൂപം ഉണ്ടെങ്കിൽ മകന്റെ ഒരു രൂപം ഉണ്ടാവണം. അതുപോലെ തന്നെ വളരെ വ്യക്തമായിട്ടും ഭഗവാൻ എന്ന് പറയുന്നത് സച്ചിദാനന്ദ സ്വരൂപമയമാണ്. അദ്ദേഹം സത്ത് ചിത്ത് ആനന്ദം അല്ലെ? അപ്പൊ എന്നെന്നും ശാശ്വതമായിട്ടുള്ള അദ്ദേഹത്തിന് എക്സിസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ ചിത്ത്, അദ്ദേഹം പൂർണ്ണ ജ്ഞാനവാനുമാണ്. പിന്നെ ആനന്ദം, അപ്പൊ പൂർണ്ണ സന്തോഷവാനായ ഒരു വ്യക്തിയാണ്. സച്ചിദാനന്ദ വിഗ്രഹ അനാദിർ ആദിർ ഗോവിന്ദ സർവ്വകാരണ കാരണം. അപ്പൊ അദ്ദേഹത്തിന് വേറൊരു കാരണമില്ല, അനാദിർ ആദിർ ഗോവിന്ദ. അപ്പൊ അദ്ദേഹത്തിന് കാരണമായിട്ട് ഇനിയൊരു കാരണമില്ല, പക്ഷെ അദ്ദേഹമാണ് എല്ലാത്തിനും കാരണം എന്നുള്ള കാരണം ആണ് ബ്രഹ്മദേവൻ പറയുന്നത്. അപ്പം അപ്പൊ ഇത് ശരിക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബ്രഹ്മദേവൻ ഈ ബ്രഹ്മസംഹിത അദ്ദേഹം രചിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഭഗവാൻ അദ്ദേഹത്തിന് സാക്ഷാത്കാരം കൊടുത്തതിന് ശേഷമാണ്. അപ്പൊ അറിയാം അദ്ദേഹം, അപ്പൊ ആദ്യം ബ്രഹ്മദേവൻ നമുക്കറിയാം രണ്ടാം സ്കന്ധത്തിൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ശ്രീമദ് ഭാഗവത്തില്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്താണ് അതില് ബ്രഹ്മദേവൻ വന്ന സമയത്ത് എല്ലാം ഇരുട്ടായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് അങ്ങനെ വന്നു തപ തപ തപ, അപ്പൊ തപസ് ചെയ്യണം എന്നുള്ള ഇത് കിട്ടി അദ്ദേഹത്തിന്. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹത്തിന് പിന്നെ ഭഗവാൻ എങ്ങനെ ക്രിയേഷൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അതിനുശേഷമാണ് ബ്രഹ്മദേവൻ അദ്ദേഹത്തിന് പ്രകീർത്തിക്കുന്ന ഈ ബ്രഹ്മസംഹിത എന്ന ഇതിലൂടെ പറയുന്നത്. അപ്പം ഇതില് നമുക്ക് കാണാൻ സാധിക്കും, ഇപ്പൊ ഇതിനൊരു എക്സാമ്പിൾ പറയുന്നത് അല്ലെ, ഒരു സുഷിരത്തിലൂടെ എങ്ങനെയാണ് സൂര്യപ്രകാശം പ്രസരിക്കുമ്പോൾ പരമാണുവിന്റെ മൂന്നിരട്ടി വലുപ്പമുള്ള കണങ്ങൾ പോലെ മഹാവിഷ്ണു ഉച്ഛ്വസിക്കുമ്പോൾ അവിടെ നിന്ന് പ്രപഞ്ചങ്ങളും ആത്മീയ ബീജങ്ങളും പുറത്തു വരുന്നതായി കാണപ്പെടും അല്ലെ? അപ്പം നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു രോമകൂപത്തിൽ നിന്ന് നമുക്ക് ഈ പ്രപഞ്ചങ്ങൾ പുറത്തോട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ല. നമ്മുടെ ഇപ്പോഴത്തെ ബുദ്ധിയും നമ്മുടെ ഈ ബുദ്ധിശക്തിയും ഉണ്ട്. പക്ഷെ അങ്ങനെയാണ് ക്രിയേഷൻ നടക്കുന്നത്. അത്രത്തോളം ഇപ്പൊ ഭഗവാൻ എന്ന് പറയുന്നത് സാധാരണ ഒരു വ്യക്തിയല്ല അല്ലെ? നമ്മൾ ചിലപ്പോൾ പറയും ഒരു വ്യക്തി, നമ്മൾ ഇന്ന് കലിയുഗത്തിലൊക്കെ കാണുന്ന സമയത്ത് പല ആൾക്കാർ ഞാൻ ഭഗവാനാണെന്നൊക്കെ പറയും. അപ്പൊ അവര് ഭഗവാനാണെന്ന് പറയണമെങ്കിൽ ഭഗവാനാണെന്ന് അവർ തെളിയിക്കണം ആക്ച്വലി അല്ലെ? അപ്പൊ ഒരു വ്യക്തിക്കും ഒരു ജീവാത്മാനും ഭഗവാൻ ആവാൻ സാധിക്കില്ല. കാരണം ഭഗവാൻ ചെയ്യുന്നതൊക്കെ എന്താണ്? ഒരു സാമാന്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഭഗവാൻ അവിടെ ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ഒരു വ്യക്തി ഭഗവാനാണെന്നൊക്കെ പറയുമ്പോൾ ചിലപ്പം ഒരു വ്യക്തിക്ക് ഒരു ഒരു സാധാരണ ഒരു വ്യക്തിയുടെ രോഗം മാറ്റാനോ അല്ലെങ്കിൽ ചെറിയൊരു മാജിക് കാണിക്കാനൊക്കെ ഇപ്പൊ പറ്റുമായിരിക്കും. പക്ഷെ അതുകൊണ്ട് ഭഗവാൻ ആവണം? അതൊരു സാധാരണ ഒരു മെജീഷ്യനും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ ഇതൊക്കെയാണ് ശരിയായിട്ടുള്ള എന്താ പറയാ, ഇങ്ങനെ ഭഗവാൻ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ കാണാൻ സാധിക്കില്ല. എങ്ങനെയാണ് രോമഭൂമികളിൽ നിന്ന് ഇത്രയും വലിയ വലിയ കാര്യങ്ങൾ വരുന്നതും. അപ്പൊ അതൊക്കെ നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ ചെയ്യുമ്പോഴാണ് ശരിക്കും ഭഗവാൻ എന്ന വ്യക്തിയുടെ ആ ശക്തി നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നമുക്കറിയാം ഈ അറ്റോമിക് എനർജി അല്ലെങ്കിൽ ആണവ ഗവേഷണമൊക്കെ ചെയ്യുന്ന വ്യക്തികൾ അതിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് അതിൽ ചെറിയൊരു ന്യൂക്ലിയർ എനർജി എന്ന് പറയും. അപ്പൊ അതായത് അവർ ഉദ്ദേശിക്കുന്നതാണ് ചെറിയ കണങ്ങളിൽ നിന്ന് അതിനെ കൊല്യൂഷൻ ചെയ്തിട്ട് വലിയൊരു എനർജി ക്രിയേറ്റ് ചെയ്യും അവർ. അതാണ് ന്യൂക്ലിയർ എനർജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് അറിയാം ആണവ നിലയങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പൊ അതിലൊക്കെ അവർ ചെയ്യുന്ന എന്താണ്? അപ്പൊ ഇങ്ങനെയൊക്കെ പല കണ്ടുപിടുത്തങ്ങളും കണ്ടുപിടിക്കാനൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ശീല പ്രഭുപാദ് ഇവിടെ പറയുന്നതാണ്, അങ്ങനത്തെ വ്യക്തികൾ എന്താ ചെയ്യേണ്ടത്? അവര് ഇങ്ങനത്തെ ഈ ഭഗവാന്റെ ഈ ക്രിയേഷനെ പറ്റിയൊക്കെ മനസ്സിലാക്കണം. ഇതിനെ മനസ്സിലാക്കുമ്പോഴാണ് അവർക്ക് യഥാർത്ഥമായിട്ടും അവിടെ അവർക്ക് പ്രയോജനകരമായിട്ടുള്ള എന്തെങ്കിലും വിദ്യ അതിലൂടെ കിട്ടും എന്ന് പറയുന്നത്. അപ്പൊ എന്തുണ്ടെങ്കിലും നമുക്ക് ഭഗവാനായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് ആ വിദ്യ പൂർണ്ണമാവുന്നത്. നമുക്ക് ആണവ നിലയങ്ങളിലൊക്കെ അവര് പല പല ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും. പക്ഷെ എന്താണ്, ഭൗതിക ലോകത്തിൽ നമുക്ക് അങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്താലും അതിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ലീക്കും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് അപ്പൊ അവിടെ എന്താ സംഭവിക്കുക? അവിടെ അത്രയും വലിയ സ്ഫോടനം നടന്ന് ആൾക്കാരൊക്കെ മരണപ്പെടും ചിലപ്പോൾ. അപ്പൊ അതുകൊണ്ട് ഭൗതിക ലോകത്തിൽ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചാലും എപ്പോഴും അതിൽ റിസ്ക് ഫാക്ടർ എപ്പോഴും ഉണ്ട്. പക്ഷെ ആധ്യാത്മിക കാര്യങ്ങൾ അങ്ങനത്തെ ഒരു റിസ്ക് ഫാക്ടർ ഇല്ല. നമ്മൾ ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് എന്താ ചെയ്യുക? നമ്മൾ പഠിക്കുന്ന വിദ്യകളൊക്കെ ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് അതിന്റെ പെർഫെക്ഷൻ. അപ്പൊ അതാണ് ശ്രീല പ്രഭുപാദ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തുണ്ടെങ്കിലും ഭഗവാനും ഭഗവാനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ അതിനായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിക്ക് യഥാർത്ഥമായിട്ടുള്ള പെർഫെക്ഷൻ കിട്ടുന്നത്. ഇനി നമുക്ക് അടുത്ത ഒന്ന് രണ്ട് ശ്ലോകങ്ങൾ കൂടി നോക്കാം. ശ്ലോകം 72. പാഹം
പാഹം തമോ അദഹം ഗജരാഗ്നിർവാർഭു സംവേഷ്ടി താണ്ഡകട സപ്തവിതസ്തകീയ ദസ്തികീ വിതസ്തികായ പേതൃക്പിതാ വിഗണിതാണ്ഡ പരാണുചര്യ വാധ്വാധരോമ വിവരസ്യ ച തേ മഹിത്വം പാഹം തമോമ അദഹം ഗജരാഗ്നിർവാർഭു സംവേഷ്ടിതാണ്ഡ ഘടസപ്ത വിതസ്തികായ പേതൃക്വിധാ വിഗണിതാണ്ഡ പരാണുചര്യ വാധാധ്വരോമ വിവരസ്യ ച തേ മഹിത്വം പാഹം തമോ മഹദഹം ഗജരാഗ്നിവാർഭു സംവേഷ്ടിതാണ്ഡ ഘടസപ്ത വിതസ്തികായ പേതൃഗ്വിധാ വിഗണിതാണ്ഡ പരാണുചര്യ വാധാധ്വരോമ വിവരസ്യ ച തേ മഹിത്വം. ശബ്ദാർത്ഥം ക്വ എവിടെ, അഹം ഞാൻ, തമ ഭൗതിക പ്രകൃതി, മഹത് സമഗ്ര ഭൗതിക ശക്തി, അഹം മിഥ്യതാഹങ്കാരം, ഖ ആകാശം, ചര വായു, അഗ്നി അഗ്നി, വാഹ ജലം, ഭൂമി, സംവേഷ്ടിത ചുറ്റപ്പെട്ടു, അണ്ഡഘട ഒരു കുടം പോലുള്ള ലോകം, സപ്തവിധസ്തി 7 വിധസ്തികൾ, കായ ശരീരം, ക്വ എവിടെ, ഈദൃക് അത്തരം, വിധ പോലെ, അവിഗണിത അപരിമിതമായ, അണ്ഡ ലോകങ്ങൾ, പര അണുചര്യ അണുധൂളി പോലെ ചലിക്കുക, വാദ അധ്വ വായുദ്വാരങ്ങൾ, രോമങ്ങളുടെ, വിവരസ്യ ദ്വാരങ്ങളുടെ, ച തേ അങ്ങയുടെ, മഹിത്വം മഹത്വം. വിവർത്തനം ഭാവാർത്ഥം കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയാചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശീല പ്രഭുപാദിക്ക് ജയ്. വിവർത്തനം. സ്വന്തം കൈയുടെ 7 ഇരട്ടി നീളം മാത്രമുള്ള നിസ്സാര ജീവിയായ ഞാൻ ഇവിടെ ഭൗതിക പ്രകൃതി, സമഗ്ര ഭൗതിക ശക്തി, വിദ്യാഹങ്കാരം, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി ഇവകളാൽ നിർമ്മിക്കപ്പെട്ട പ്രപഞ്ചത്തിൽ ഞാൻ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ അങ്ങയുടെ മഹത്വമോ അങ്ങയുടെ ശരീരത്തിലെ സുഷിരങ്ങളിലൂടെ എണ്ണമറ്റ ലോകങ്ങൾ കടന്നു പോകുന്നു, ഒരു ജാലക പഴുതിലൂടെ ധൂളികണങ്ങൾ കടന്നു പോകുന്നത് പോലെ. ഭാവാർത്ഥം. കൃഷ്ണന്റെ പശുക്കിടാങ്ങളുടെയും ബാലന്മാരെയും മോഷ്ടിച്ചതിനു ശേഷം മടങ്ങി വന്ന ബ്രഹ്മാവ് അപ്പോഴും പശുക്കിടാങ്ങളും ബാലന്മാരും കൃഷ്ണനുമൊത്ത് സഞ്ചരിക്കുന്നത് കണ്ട് തന്റെ തോൽവി വിസമ്മതിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന സമർപ്പിച്ചു. ഭാഗവതം 10-ാം സ്കന്ധം 14-ാം അധ്യായം 11-ാം ശ്ലോകം. ലോകകാര്യങ്ങളുടെ മുഴുവൻ ഭരണം നിർവഹിക്കുന്ന ബ്രഹ്മാവിനോളം മഹത്വമുള്ളവനാണെന്ന് എങ്കിൽ പോലും ഒരു ബദ്ധാത്മാവിനെ പരമപുരുഷനായ ഭഗവാനോട് താരതമ്യപ്പെടുത്താനാവില്ല. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് തന്റെ ശരീരത്തിലെ രോമകൂപങ്ങളിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ആധ്യാത്മിക രശ്മികൾ കൊണ്ട് മാത്രം അസംഖ്യം പ്രപഞ്ചങ്ങൾ ഉത്പാദിപ്പിക്കാൻ കഴിയുന്നു. ഭഗവാനുമായി താരതമ്യപ്പെടുത്തുമ്പോഴുള്ള നമ്മുടെ നിസ്സാരത സംബന്ധിച്ച് ബ്രഹ്മാവിന്റെ ഈ വചനത്തിൽ നിന്ന് ഭൗതിക ശാസ്ത്രജ്ഞർ പാഠം പഠിക്കേണ്ടതാണ്. ഒരല്പം ശക്തിയും സ്വാധീനവും നേടിയതിൽ ഗതാഗർവം കൊള്ളുന്നവർക്ക് ബ്രഹ്മാവിന്റെ ഈ പ്രാർത്ഥനകളിൽ നിന്ന് പഠിക്കാൻ ഒരുപാടുണ്ട്. അപ്പം ഇവിടെ നമുക്കറിയാം, നമ്മൾ ഈ ഒരു ശ്ലോകത്തിൽ അല്ലെ, നമുക്കിത് ശ്രീമദ് ഭാഗവത്തിലെ ബ്രഹ്മവ്യൂഹാന ലീലയിൽ വരുന്ന ഒരു ശ്ലോകമാണ് അല്ലെ. അപ്പൊ ബ്രഹ്മദേവൻ ബ്രഹ്മവ്യൂഹാന ലീലയിൽ പശുക്കിടാങ്ങളെല്ലാം മോഷ്ടിച്ച്, കൃഷ്ണൻ എന്ന് പറഞ്ഞ സാധാരണ ഒരു ബാലനാണെന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം കൃഷ്ണനെ പരീക്ഷണം നടത്തിയാണ്. അവസാനം എന്ത് സംഭവിച്ചു? അപ്പൊ ബ്രഹ്മാവിന് അറിയാൻ സാധിച്ചു ഇത് സാധാരണ ബാലനല്ല, ഇത് പരമദേവത്വ കൃഷ്ണനാണ്. കാരണം എന്താണ്? അദ്ദേഹം മോഷ്ടിച്ചു കൊണ്ടുപോയ അതേ പശുക്കിടാങ്ങൾ ഗോപാലന്മാരും അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ കാണാൻ സാധിച്ചു. അപ്പൊ അങ്ങനെ ബ്രഹ്മദേവൻ തോൽവി സമ്മതിച്ച ശേഷം അദ്ദേഹം പ്രാർത്ഥന സമർപ്പിച്ച ഭാഗമാണ് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇതിലെന്താണ് നമുക്ക് കാണാൻ സാധിക്കുക? ഇത്രയും നമ്മൾ ഈ ഒരു മൊത്തം നമ്മൾ ഈ സൃഷ്ടി എടുത്തു കഴിഞ്ഞാലും അതിൽ ഏറ്റവും ഇന്റലിജന്റ് ആയിട്ട് വ്യക്തി എന്ന് പറഞ്ഞാൽ ബ്രഹ്മദേവനാണെന്ന് നോക്കുകയാണെങ്കിൽ ഭൗതിക ലോകത്തിൽ. ആ ബ്രഹ്മദേവൻ കൂടി പറയാണ്, ഞാൻ കൂടി ഒന്നുമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം എന്താണ്? എന്റെ കയ്യിൽ ഒരു 7 ഇരട്ടി മാത്രമുള്ള നിസ്സാര ജീവിയാണ് ഞാൻ. അപ്പൊ ഞാൻ എന്താണ് ഉള്ള കാര്യമാണ്. അപ്പൊ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, അവരുടെ ഒരു എളിമത്വം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അല്ലെ. ഇപ്പൊ ബ്രഹ്മദേവന ലീലയിലും എന്താണ്, ഒരു വ്യക്തിയുടെ അഹങ്കാരത്തിന് ഭഗവാൻ മറുപടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അഹങ്കരിക്കാൻ നമുക്ക് യാതൊരു യോഗ്യതയുമില്ല. കാരണം എന്താണ്? നമുക്ക് എന്തുണ്ടെങ്കിലും അതൊക്കെ ഭഗവാനിൽ നിന്നാണ് വരുന്നത് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്കുള്ള ഈ ശരീരമായാലും ശരി, നമുക്കുള്ള കഴിവുകളായാലും ശരി അല്ലെ,
നമുക്ക് ബുദ്ധിയായാലും ശരി ഒക്കെ ഭഗവത്ഗീത നോക്കുകയാണെങ്കിൽ അതൊക്കെ എന്താണ്, ആരാണ് പറഞ്ഞത്? ഒരു വ്യക്തിയുടെ ബുദ്ധിയും എബിലിറ്റിയും കഴിവും ഒക്കെ ഭഗവാനാണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളായിട്ട് നമുക്കൊന്നുമില്ല. ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? നമ്മുടെ ഈ ഐഡന്റിറ്റി നമ്മൾ ഭഗവാന്റെ അംശമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്താണ്? നമുക്ക് ഭഗവാന്റെ അടുത്ത് ശരണം പ്രാപിക്കാനുള്ള കാര്യം മാത്രമാണ്. അതൊരു സേവനം ചെയ്യാനുള്ള മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പൊ അത് മാത്രമാണ് നമുക്കായിട്ടുള്ളത്. അല്ലാതെ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് എന്തെങ്കിലും കഴിവുകളോ ഒന്നുമേ ഇല്ല. അപ്പൊ അതാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ നമുക്ക് ഒരിക്കലും ഒരു ബദ്ധാത്മാവിനെ ഭഗവാനായിട്ട് താരതമ്യപ്പെടുത്താൻ സാധിക്കില്ല എന്ന് ഇവിടെ ബ്രഹ്മദേവൻ കൂടി പറയണം. അത്രയും കഴിവുള്ള ഒരു വ്യക്തിയും ഈ ഒരു സെക്കൻഡറി ക്രിയേറ്റർ എന്നാണ് ബ്രഹ്മദേവൻ പറയുന്നത് അല്ലെ. അദ്ദേഹമാണ് ഈ ഒരു എറ്റിൽവറിന്റെ ഒരു എഞ്ചിനീയർ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം കൂടി അവിടെ തോൽവി സംബന്ധിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, അപ്പൊ ഞാൻ ആരുമേ അല്ല എന്നുള്ള കാര്യം അദ്ദേഹം പ്രാർത്ഥന സമർപ്പിക്കുകയാണ് അല്ലെ. അപ്പൊ ജസ്റ്റ് നമുക്ക് എന്താണ്, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്താണ്, ബ്രഹ്മദേവൻ തന്നെ പറയണം അല്ലെ. അദ്ദേഹം എന്താണ്, ഭൗതിക പ്രകൃതിയും സമഗ്ര ഭൗതിക ശക്തി, മിഥ്യാഹങ്കാരം, ആകാശവായു, അഗ്നി, ജലം, ഭൂമി, ഈ പ്രപഞ്ചത്തിനകത്ത് അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് ഇൻഡിപെൻഡൻസ് ഉണ്ടോ? നമ്മൾ വിചാരിക്കുന്ന പോലെ എനിക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാൻ സാധിക്കുമോ? ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവാനാണ്. പക്ഷെ അങ്ങനെ നടക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും, നമ്മൾ ഒരിക്കലും കൺട്രോളർ അല്ല, നമ്മളെപ്പോഴും കൺട്രോൾഡ് ആണ് അല്ലെ. എന്താവെന്ന് പറയുന്നത് ഭഗവാനാണ്. നമ്മളെപ്പോഴും നിയന്ത്രിക്കപ്പെട്ട ഒരു വ്യക്തി മാത്രമാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ അങ്ങനെയുള്ള വ്യക്തി എന്താണ് ചെയ്യുക? അപ്പൊ ഇങ്ങനെയുള്ള നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ഭഗവാനുമായിട്ടുള്ള താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ നിസ്സാരത സംബന്ധിച്ച് ബ്രഹ്മാവിന്റെ വിഭജനത്തിൽ നിന്ന് ഭൗതിക ശാസ്ത്രജ്ഞന്മാർ പാഠം പഠിക്കേണ്ടതാണ്. അപ്പം ഇവിടെ നമുക്ക് ഒരു ലെസൺ ശീലപ്രഭാത തരാണ് അല്ലെ. അപ്പം ഇത്രയും കഴിവുകളും കാര്യങ്ങളൊക്കെ ഉള്ള ബ്രഹ്മദേവൻ കൂടി അദ്ദേഹം വിനയത്വത്തോടെ അദ്ദേഹം ഭഗവാന് അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? നമസ്കരിക്കുകയും പ്രകീർത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഇത്രയും ബുദ്ധിശക്തിയും കഴിവുള്ള ബ്രഹ്മദേവൻ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഭൗതിക പ്രപഞ്ചത്തിലുള്ള ശാസ്ത്രജ്ഞന്മാർ എന്ന് പറയുമ്പോൾ അവർ ബ്രഹ്മദേവന് മൂലം ഒന്നുമേ അല്ല. അപ്പൊ അവരെന്താ ചെയ്യേണ്ടത്? ബ്രഹ്മദേവനിൽ നിന്ന് ഈ പാഠം പഠിച്ച് അവരെന്താ ചെയ്യുക? അവരുടെ വിദ്യാങ്കരത്തിനെ മാറ്റി ഭഗവാനെ ശരണം പ്രാപിക്കണം എന്നാണ് ശീല പ്രഭുപാദ് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ്, അപ്പം പ്രഭുപാദിന്റെ ഭാവാർത്ഥത്തിൽ നിന്ന് നമുക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ. അപ്പൊ നമ്മൾ ഈ വിവർത്തനം മാത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ലെസൺ കിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് കഴിവുകൾ ഉണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കാൻ ഇതൊക്കെ ഭഗവാൻ നമുക്ക് തരുന്ന ഒരു അനുഗ്രഹമാണ്. അപ്പൊ ആ കഴിവുകൾ വെച്ച് നമ്മൾ എന്താ ചെയ്യുക? ഭഗവാനെ സേവനം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. ഒരിക്കലും ആ കഴിവുകൾ നമ്മൾ ഒരിക്കലും നമ്മുടെ അഹങ്കാരത്തിന് കൂട്ടാതെ നമ്മുടെ ആ കഴിവുകൾ നമ്മൾ എന്താണ്, കൂടുതൽ കൂടുതൽ ഒരു ഭഗവാന്റെ എളിയ ഭക്തനായിട്ട് മാറാൻ നമുക്ക് ആവണം. അതാണ് ആക്ച്വലി ഇവിടെ ബ്രഹ്മദേവന്റെ പ്രാർത്ഥന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശീല പ്രഭുപാദ് ആ ഒരു തത്വമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് എത്ര കഴിവുകൾ ഉണ്ടെങ്കിലും എത്ര നല്ല നല്ല ഗുണങ്ങൾ ഉണ്ടെങ്കിലും ആ ഗുണങ്ങൾ നമ്മൾ ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ കാലക്രമേണ അത് നമ്മളെ നമ്മളെ നാശത്തിന് അത് കാരണമായിട്ട് മാറും എന്നാണ് പറയുന്നത്. കാരണം ഈ ഗുണങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ മനസ്സിലാക്കുക ഇതൊക്കെ ഭഗവാൻ നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളാണ്. അപ്പൊ അതൊരിക്കലും ഞാൻ എന്റെ കഴിവുകൊണ്ട് ആർജിച്ചതല്ല. അപ്പൊ ഇതൊക്കെ ഭഗവാൻ നമുക്ക് തരുന്ന ഒരു അനുഗ്രഹമാണെന്നും നമ്മൾ അപ്പൊ നമ്മളെന്താ ചെയ്യുക? ആ കഴിവുകൾ വെച്ചുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക? ഭഗവാനെ സേവനം ചെയ്യുകയും ബാക്കിയുള്ളവർ കൂടി ഭഗവാനെ പറ്റി നമ്മൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥമായിട്ട് കഴിവിനെ നമ്മൾ പൂർണ്ണതയോടെ നമ്മൾ സെർവ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ അതാണ് ഈ ഒരു തത്വത്തിൽ നിന്ന് പറയുന്നത്. അപ്പം ഒരിക്കലും നമുക്ക് അഹംഭാവം പാടില്ല ഉള്ള കാര്യമാണ് ബ്രഹ്മദേവന്റെ ആ ഒരു ലീലയിലൂടെ നമുക്ക് ഭഗവാൻ പറഞ്ഞു തരുന്നത്. കാരണം നമുക്കറിയാം നമ്മുടെ ഏറ്റവും വലിയ കാരണം നമുക്ക് അഹംഭാവം, നമ്മൾ പ്രൈഡ് വരുന്ന കൂട്ടത്തിന് കൂടെ വരുന്ന ഒരു വേറൊരു ട്വിൻ സിസ്റ്റർ അല്ലെങ്കിൽ ട്വിൻ ബ്രദർ എന്ന് പറയുന്നതാണ് നമുക്ക് എന്താ കാണാൻ സാധിക്കും? നമുക്ക് എൻവി അല്ലെങ്കിൽ അസൂയ വരുന്നത് അല്ലെ. നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ അഹങ്കാരം വരുമ്പോൾ ഓട്ടോമാറ്റിക് എന്ത് സംഭവിക്കും? ഞാനാണ് എല്ലാത്തിനും കാരണം, ഞാനാണ് എല്ലാം ചെയ്യുന്നതിനുള്ള ഒരു ബോധം നമുക്ക് വരും. അപ്പൊ അങ്ങനൊരു വ്യക്തി എന്ത് ചെയ്യും? അങ്ങനെയുള്ള ഒരു വ്യക്തി വേറൊരു വ്യക്തി അതേ ലെവലിൽ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ ഒരു വ്യക്തിയോട് അദ്ദേഹത്തിന് അസൂയ ഉണ്ടാവും. അപ്പൊ ഒരിക്കലും നമുക്ക് ആ പ്രൈഡും എൻവിയും നമ്മുടെ അകത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഭഗവാൻ നമ്മൾ ചെയ്യുന്ന സേവനത്തിൽ ഒരിക്കലും ആ സേവനത്തിനെ ആക്സെപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് ഭക്തന്മാർ എപ്പോഴും നമ്മൾ എന്താ പറയുന്നത്? തൃണാദപി സുനീചേന തരോരപി സഹിഷ്ണുത എന്ന് പറയുന്ന പോലെ ചതിന് മഹാപ്രഭു പറയുന്ന ആ ഒരു ശിക്ഷാഷ്ടകത്തിലെ ആ ഒരു വാക്യങ്ങൾ നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കുക. നമ്മൾ എന്തൊക്കെ നമ്മൾ ചെയ്താലും നമ്മൾ മനസ്സിലാക്കുക ഇതൊക്കെ ഭഗവാന്റെ കഴിവ് കൊണ്ടും ഭക്തന്മാരുടെയും ഗുരുവിന്റെയും ഒക്കെ കാരുണ്യം കൊണ്ടാണ് എനിക്ക് ചെയ്യാൻ സാധിച്ചത്. അല്ലാതെ ഇത് എന്റെ കഴിവല്ല. അപ്പൊ എന്ത് പ്രകീർത്തികൾ കിട്ടിയാലും നമ്മൾ ഉടനെ തന്നെ നമുക്ക് കിട്ടുന്ന ക്രെഡിറ്റിനെ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ ഗുരുപരമ്പരയ്ക്കും ഭക്തന്മാരും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും സേവനം ചെയ്യാൻ സാധിക്കും. അല്ല നമ്മൾ ആ ക്രെഡിറ്റുകളൊക്കെ നമ്മൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പിന്നെ മുന്നേറാൻ സാധിക്കില്ല. കാരണം അത് നമുക്കൊരു ബർഡൻ ആയിട്ട് വരും. കാരണം ആ ക്രെഡിറ്റ് ഞാനാണ് ചെയ്തെന്നുള്ള ബോധം വരുമ്പോൾ നമുക്ക് പിന്നെ കൂടുതൽ സേവനം ചെയ്യാനോ ആ വിനയത്വം നമുക്ക് വരില്ല. നമുക്ക് അവിടെ അഹങ്കാരം വരുമ്പോൾ കൂടുന്തോറും നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് കൂടുതൽ കൂടുതൽ ഞാനാണെന്നുള്ള ബോധം വരുമ്പോൾ പിന്നെ എനിക്ക് അല്ലെങ്കിൽ എന്റെ പേരിന് അല്ലെങ്കിൽ എനിക്ക് അപ്പൊ അവിടെ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഡിവോഷണൽ സർവീസ് അവിടെ ചെയ്യാൻ സാധിക്കില്ല. അതേസമയത്ത് നമ്മൾ ചിന്തിക്കണം, ഞാൻ എന്ത് ചെയ്താലും ഇത് ഭഗവാന്റെ സന്തോഷത്തിനാണെന്നും
അത് ഇതിൽ നിന്ന് സന്തോഷം ഉണ്ടായാലും ദുഃഖം ഉണ്ടായാലും കുഴപ്പമില്ല. അത് ഭഗവാന്റെ ഇച്ഛയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഏതൊരു കണ്ടീഷനിലും അദ്ദേഹത്തിന് സേവനം ചെയ്യാൻ സാധിക്കും. അപ്പം ഈ ഒരു തത്വം കൂടിയാണ് നമുക്ക് പ്രഭുപാദ് ഇതിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും എളിമത്തത്തോടെ സേവനങ്ങൾ ചെയ്യുക. ഒരിക്കലും നമ്മൾ അഹംഭാവം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ മനസ്സിലാക്കുക. അതാണ് ഈ ബ്രഹ്മയോന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ആ പ്രാർത്ഥനകൾ നമ്മൾ എപ്പോഴും മെഡിറ്റേറ്റ് ചെയ്യുക, അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയും ചെയ്യും. ഹരേ കൃഷ്ണ. ഇവരാർക്കും സംശയങ്ങളൊന്നും ഇല്ലാന്ന് പ്രതീക്ഷിക്കുന്നു. ഓൾറെഡി 5:45 വന്നു ചേർന്ന ഭക്തന്മാർക്ക് വിനീതമായ നന്ദി. ഹരികൃഷ്ണ പ്രഭു, ദണ്ഡവത് പ്രണാം. ഹരേ പ്രഭു കൃഷ്ണ. ഹരേ നല്ല കൃഷ്ണ. എക്സ്പ്ലനേഷൻ ആയിരുന്നു പ്രഭു. നന്നായിട്ട് മനസ്സിലാകുന്നുണ്ടായിരുന്നു. നല്ല എക്സ്പ്ലനേഷൻസ്. പ്രഭു, എനിക്ക് ആ ഒരു ശ്ലോകത്തിന്റെ, ഭഗവത്ഗീത ശ്ലോകത്തിന്റെ നമ്പർ ഒന്ന് പറഞ്ഞു തരാമോ? ഇതിൽ ചൈതന്യ ചരിതാമൃതത്തിൽ വന്ന ശ്ലോകത്തിൽ ആകാശവും വായുവും തമ്മിലുള്ള സമ്പർക്കത്തിനെ കുറിച്ച്. 13:33 മാജി. 13-ാം അധ്യായത്തിലെ 33-ാമത്തെ ശ്ലോകം. ഓക്കെ പ്രഭു, താങ്ക് യു. ദണ്ഡവത് പ്രണാം പ്രഭു. മാജി. താങ്ക് യു. ഹരേ കൃഷ്ണ. ഓക്കെ. ഹരേ കൃഷ്ണ മാജി. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. താങ്ക് യു മാതാജി. താങ്ക് യു. ഹരേ കൃഷ്ണ. ശ്രീ ചൈതന്യ സദാനന്ദ की जय, श्रील प्रभुपाद की जय, सामवेद गौर भक्तवृंद की जय. हरे कृष्ण. प्रभु प्रणाम. हरे कृष्ण. हरे कृष्ण.